ശ്രീരാമദേവൻ താനും ജാനകി ദേവിയോടും സോദരൻ ലക്ഷ്മണനും കാനനം തന്നിൽ വാഴും ഫലമങ്ങൊരു ദിനം രാവണൻ സോദരിയ സമതി പുണ്ടു രാമ ലക്ഷ്മണന്മാരെ നോക്കി വരയാക്കിടുകന്നെ ലക്ഷ്മണ എന്ന് ചൊല്ലി കേരളത്തിലെ പ്രാചീനോത്സവങ്ങളിൽ ഒന്നാണ് ഈ പൂരക്കളി എന്ന് പറയുന്നത്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവ മേളയിൽ തന്നെയാണ്. എൻ്റെ ചുറ്റും നിങ്ങൾക്ക് കാണാൻ സാധിക്കും പൂരക്കളിയിലുള്ള കുറച്ച് കുട്ടികളാണ്. എന്തായാലും ആദ്യം തന്നെ ഞാൻ ചോദിക്കുകയാണ്, ഞങ്ങളുടെ ക്യാമറമാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞു ഈ പൂരക്കളി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല എന്ന്. അപ്പോൾ ആദ്യം ഒന്ന് പറഞ്ഞു കൊടുക്കാമോ എന്താണ് ഈ പൂരക്കളി എന്നുള്ളത്? പൂരക്കളി എന്ന് പറയുന്നത് പണ്ട് മുതൽ ചെയ്തിരുന്ന ഒരു അനുഷ്ഠാന കലയാണ്. അത് ഈ കളരിയായിട്ട് ബന്ധപ്പെട്ട തന്നെ. അപ്പോൾ നമ്മളെ മനസ്സും ശരിയും ഒരുമിച്ച് അർപ്പിച്ച ചില ഒരു നമുക്ക് കളിക്കാനുള്ളൊരിത് വരും. അപ്പോൾ ഇത് പണ്ട് സ്ത്രീകൾ ആയിരുന്നു കളിച്ചിരുന്നത്. പിന്നെ അത് കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ ഉത്തര കേരളത്തിലായിരുന്നു ആദ്യം ഇത് കണ്ടുവന്നത്. ദൈവികമായ ഒരു അനുഷ്ഠാന കലയാണിത്. എന്തായാലും ആദ്യം നമുക്ക് ഇവരൊക്കെ ഒന്ന് പരിചയപ്പെടേണ്ടതുണ്ടല്ലേ. പേരെന്താ? ഗോകുൽ കൃഷ്ണ, അഭിനവ് പി, ഗൗതം നായർ, സായുജു വി പി, പാർത്ഥി വിജയ്, സുധീഷ് എസ്, സഞ്ജയ്, അനന്ത് എം ടി, അഹൻതേജ്, നവനീത്, ദേവജിത്ത്, ഹമൽദാസ് വി പി. അപ്പൊ നിങ്ങൾ എത്ര വർഷമായി ഇത് പ്രാക്ടീസ് ചെയ്യുന്നു? 6 മാസമായിട്ടുള്ളൂ. അല്ല, കഴിഞ്ഞ കൊല്ലം വന്നപ്പോൾ 4 പേര് കഴിഞ്ഞ കൊല്ലം സ്റ്റേറ്റിൽ വരെ വന്നിരുന്നു. അപ്പോഴത്തെ 4 പേര് ഞങ്ങളുണ്ട്. ഞാൻ, പാർത്ഥിവ്, സഞ്ജയ്, 4 പേരുണ്ട്. ബാക്കിയുള്ളവരൊക്കെ പുതിയതാ. ഈ പുതിയ ആൾക്കാർക്ക് എന്താ പറയുള്ളത്? ആദ്യമായിട്ടാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഫീൽ എന്താ? പുതിയ ആൾക്കാർ ആരാ? നല്ല ഉണ്ടായിരുന്നു. പിന്നെ സബ് ജില്ലയൊക്കെ ആയപ്പോൾ കുറച്ചുകൂടി ഇതായിരുന്നു. പിന്നെ ജില്ല ജയിച്ചപ്പോൾ കുറച്ചുകൂടി കോൺഫിഡൻസ് ഒക്കെ വന്ന് അങ്ങനെ പിന്നെ നിങ്ങളൊക്കെ എവിടെ ഉള്ള ആൾക്കാരാ? മലപ്പുറം ജില്ല. മലപ്പുറം ജില്ലയിൽ ഉള്ള ആൾക്കാരാണല്ലേ. അപ്പോൾ പിന്നെ നിങ്ങളുടെ അടുത്ത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഒരു പാട്ടം ആയാലും നമുക്ക് എല്ലാവർക്കും കൂടി. കാലമങ്ങൊരു ദിനം രാവണൻ സോദരിയാൽ കാമാർത്തി പൂണ്ടു രാമ ലക്ഷ്മണന്മാരെ നോക്കി ഭാര്യയാക്കിടുകന്നെ ലക്ഷ്മണ എന്ന് ചൊല്ലി അപ്പം നന്നായി പൂരക്കളി മാത്രമല്ല, നന്നായി പാട്ടും പാടുന്ന എന്തായാലും നമ്മുടെ ടീം തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഐറ്റം കഴിഞ്ഞോ? ഈ ഗ്രേഡ് കിട്ടി, ഞങ്ങൾ ജയിച്ചു. എ ഗ്രേഡും കിട്ടി ജയിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞതിൽ എന്തായാലും തെറ്റൊന്നുമില്ല. നിങ്ങൾക്കൊക്കെ ഈ പൂരക്കളിയിലോടൊരു ഇൻട്രസ്റ്റ് വരാനുള്ള ഒരു കാരണം എന്താണ്? ഫസ്റ്റ് ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ അത് പിന്നെ ഇങ്ങനെ വന്ന് ഒരു ഇൻട്രസ്റ്റ് കയറി. ആദ്യം ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിള്ളേർ ഇറങ്ങിയതാ, പിന്നെ അങ്ങ് ഇൻട്രസ്റ്റ് ആയിരുന്നു, അതല്ലേ? പിന്നെ ക്രേസ് വന്നു. സബ് ജില്ല ഒക്കെ ജയിച്ചു തുടങ്ങിയപ്പോൾ പലരും ഇങ്ങനെ തന്നെയാണ്. ഈ ക്ലാസ് കട്ട് ചെയ്യാനും മറ്റുമാണ് ഈ പല ഐറ്റംസിലും അല്ലെങ്കിൽ പല ഇനങ്ങളിലും പങ്കെടുക്കുന്നതും ഈ സബ് ജില്ലയിലും ജില്ലയിലൊക്കെ വരികയൊക്കെ ചെയ്യുന്നത്. ക്യാമറമാൻ ഗോകുലിനൊപ്പം വിനയരാജ്, കേരള വിഷൻ ന്യൂസ്.